ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാളെ നമ്മൾ കണ്ടിട്ട്, അതുപോലെ ഈ ഒരു യാത്രയുടെ വീഡിയോ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ ഈ യാത്ര പോയിട്ട് ജനുവരിയിലായിരുന്നു കേട്ടോ. ജനുവരിയിൽ ഒരു 5 days ട്രിപ്പായിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ പോയിട്ടുള്ളത് മൈസൂർക്കായിരുന്നു. അപ്പോൾ ഈ പോകുന്ന വഴി ഞങ്ങൾ സത്യമംഗലം കാട് വഴി കയറിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു റൂട്ട് നമുക്കുണ്ടെന്ന്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ റൂട്ട്. നമ്മൾ മേപ്പിലും ഇങ്ങനൊരു സ്ഥലം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഏകദേശം 10-50 കിലോമീറ്ററോളം തന്നെ ഈ ഒരു കാട് വഴിയുള്ള യാത്ര ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു ഫ്രൈഡേ കണക്കിനാണ് തിരിച്ചത്. ഫ്രൈഡേ നൈറ്റാണ് ഞങ്ങൾ തിരിക്കുന്നത്. ഫ്രൈഡേ ഞങ്ങൾ നൈറ്റ് തിരിച്ചു. അപ്പോൾ നേരെ ഞങ്ങൾ പോവുകയാണ്. പിറ്റേ ദിവസം സാറ്റർഡേ ഈവനിങ് ഞങ്ങൾ മൈസൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ മൈസൂർ ഞങ്ങൾ അന്ന് തന്നെ നേരെ പോയ ആ ഒരു ടൈം തന്നെ ഞങ്ങൾ അവിടുത്തെ സൂ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൈസൂർ സൂ അഥവാ ചാമരാജേന്ദ്ര സൂളോജിക്കൽ പാർക്കാണ് കേട്ടോ ഇത്. ഈ 2 പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കുറേ പറയാനുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ വളരെ സ്പീഡിലാണ് കേട്ടോ പറയുന്നത്. നമ്മൾ ട്രിവാൻഡ്രം സൂവിൽ ഇല്ലാത്തതായിട്ടുള്ള പലതര മൃഗങ്ങളെ ഞാൻ ഇവിടെ കണ്ടു. അവിടുത്തെ ഏറ്റവും ഹൈലൈറ്റഡ് എനിക്ക് തോന്നിയതാണ് വൈറ്റ് പീക്കോക്ക്, അതുപോലെ ജിറാഫൊക്കെ. ഞങ്ങൾ അവിടെ നിന്നൊരു ഇലക്ട്രിക് വെഹിക്കിൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലാണ് ഞങ്ങൾ പോയത്. അതുപോലെ എൻട്രി ടിക്കറ്റായിട്ട് പെർ ഹെഡ് 200 റുപ്പിയും എക്സ്ട്രാ ക്യാഷ് പേയ്മെൻറ്റ് നടത്തിയിട്ട് വേണം നമുക്ക് ആ ഒരു വെഹിക്കിളിൽ പോകാൻ. കാരണം നടന്ന് കാണണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. കാരണം ഇത്രയും വലിയൊരു ലോങ് ഡ്രൈവ് വേണ്ടി ഞങ്ങളവിടെ എത്തിയതേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് ടൈമില്ല എന്നത് തന്നെയാണ് സത്യം. കാരണം ഞങ്ങൾ ഈ ഒരു 5 ദിവസ ട്രിപ്പിൽ കുറേ സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കാണണം എന്നുള്ളത് കൊണ്ടും അന്ന് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, വന്ന് അതേപാടെ തന്നെ ഞങ്ങൾ കയറി സ്ഥലങ്ങളൊക്കെ കാണുകയാണ്. സൂ അതുകൊണ്ട് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ സൂ തന്നെയായിരുന്നു. യഥാർത്ഥമായിട്ടും സൂ പിറ്റേ ദിവസം കാണാം, പോകുന്നതിൻ്റെ അടുത്ത് ഫുൾ റെസ്റ്റ് എടുക്കാമെന്നായിരുന്നു. പക്ഷേ അങ്ങ് എത്തിയപ്പോൾ ഞങ്ങൾ ഭയങ്കര ടയേർഡൊന്നും അല്ല, സ്ഥലമൊക്കെ കാണാൻ പറ്റിയൊരു അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കണ്ടു. പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾ എടുത്ത് ഇത്രയും ദൂരം നടന്ന് എന്ത് ചെയ്യണ്ട, കാണണ്ട എന്നൊരിതിൽ ഇത്തിരി കൂടെ കംഫർട്ടാണല്ലോ വെഹിക്കിളിൽ പോകുന്നത്. അപ്പം നമ്മുടെ സമയം നമുക്ക് ലാഭിക്കാം. നമ്മൾ ഇത്രയും യാത്ര കഴിഞ്ഞ് വന്നതുമാണ്. എല്ലാം നമ്മളുടെ കണക്കിന് നമ്മൾ സെറ്റാക്കിയതാണ്. അപ്പം നടന്ന് കാണണമെന്നുള്ളവർക്ക് എനിക്ക് തോന്നുന്നു ഒരു 4 to 5 hours ഒക്കെ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യാം. അത്രയ്ക്കുള്ള ടൈം അതിൻ്റെ അകത്തുണ്ട്. നമുക്ക് അത്രയും നേരം സ്പെൻഡ് ചെയ്തിട്ടൊക്കെ അതിൻ്റെ അകത്ത് നിൽക്കാം. നമ്മൾ ഓരോരുത്തരും നടക്കുന്ന ഇതുപോലെ ഇരിക്കും. പതുക്കെയൊക്കെ നടക്കുന്നതെങ്കിൽ നല്ല സമയമെടുക്കും. ഇത്തിരി ഏരിയ ഉണ്ട് കവർ ചെയ്ത് കാണാൻ വേണ്ടി. പിന്നെ അവിടുത്തെ ജിറാഫാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു ജിറാഫ്. അവിടുന്ന് ഇറങ്ങുമ്പോൾ കേട്ടോ കാണാൻ നിറച്ച് ജിറാഫാണ്. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങി ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് മൈസൂർ പാലസ് വിസിറ്റ് ചെയ്യാനാണ് കേട്ടോ. പാലസിലെ ലൈറ്റിങ് ഭയങ്കര രസമാണ് കേട്ടോ. ഒട്ടും പറയാതിരിക്കാനായിട്ട് വയ്യ. കാരണം പാലസ് ഞങ്ങൾ രാവിലെ കാണും പോലെയല്ല ഈ ഒരു നൈറ്റ് കാണുന്നത്. എന്നും അവിടെ ഈ ഒരു ലൈറ്റിംഗ് ഷോ ഉണ്ട്. എനിക്കൊന്ന് 7 മണിക്ക് ശേഷമാണ്. ഓരോ സെക്ഷൻ ആയിട്ടാണ്. ഫസ്റ്റ് ഈ ഒരു സെക്ഷൻ നടക്കുന്നത് ഇംഗ്ലീഷിലാണ്. ഇവിടെ മ്യൂസിക്കൽ ഷോ ഒക്കെ നടക്കുന്നത് ഇംഗ്ലീഷാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ സെക്ഷൻ കിട്ടില്ല, അത്രയും തിരക്കായിരുന്നു. ഞങ്ങൾക്ക് അടുത്ത സെക്ഷനെ കിട്ടി. അപ്പോൾ ഞങ്ങൾ അത് കാണാൻ വേണ്ടി പോവുകയാണ്. അമേസിങ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. പാലസ് മോർണിംഗ് കാണുന്നതല്ല നൈറ്റ് കാണുന്നത്, രണ്ടും വളരെ ഡിഫറെൻ്റ് ആയിട്ട് 2 മുഖമാണ്. എനിക്കൊട്ടും എന്താണെന്ന് പോലും എനിക്കത് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് രസമുള്ളൊരു സംഭവമാണ് കേട്ടോ. പിന്നെ നമ്മളത് അങ്ങനെ അവിടെ ഷോ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള വെയിറ്റിംഗ് ആണ്. നമുക്ക് എൻ്റെ ഷോയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് കാണിക്കാം. ഇതാണ് അവിടെ നിന്ന് ഷോ. അവിടുത്തെ ഈ പാലസിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു സ്റ്റോറി ബേസ്ഡ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു ഷോ പോകുന്നത്. എനിക്ക് തോന്നുന്നു 45 minutes എന്തോ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ടൈമിങ്. പക്ഷേ ഭയങ്കര രസമാണ്. എനിക്കൊന്ന് ഇംഗ്ലീഷ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇത്തിരി കൂടെ മനസ്സിലാകുമായിരുന്നു. പക്ഷേ അവരുടെ ലാംഗ്വേജിലോട്ട് വന്നപ്പോൾ നമുക്കത്ര ഡൈജസ്റ്റ് ആവാൻ പാടാണ്. മറ്റേ സ്റ്റോറി ബേസ് കേട്ടുകൊണ്ടൊക്കെ ഇരിക്കാമല്ലോ. എന്നാലും കുഴപ്പമില്ല, മനസ്സിലാവും. നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടിട്ട് ಖಚಿತ ಮಿನುಗುವಂತ ಅರಮನೆಯ ಸಿಂಹಾಸನ, ಜನಮನದ ಆಸೆ ವೈಭವದ ಪರಿಷ ಲಾಂಛನದ ಸಿರಿಯ ಬರಸೆ. ರಾಜ ಒಡೆಯರು ತಮ್ಮದೇ ಟಂಕಸಾಲೆ ಆರಂಭಿಸಿ ಕಂಠೀರಾಯಪ್ಪಣ ಎಂಬ ನಾಣ್ಯವನ್ನು ಚಲಾವಣೆಗೆ ತಂದರು. ಮೈಸೂರಿನ ಇತಿಹಾಸದಲ್ಲಿ ಆದರ್ಶ ದೊರೆ ಎನಿಸಿಕೊಂಡರು. പാലസിന്
ഇങ്ങനെ ഫ്രണ്ടിലായിട്ട് ഇച്ചിരി ഡിസ്റ്റൻസ്, നല്ലൊരു ഡിസ്റ്റൻസ് ഉണ്ട്, നമുക്ക് അവിടെ ചെയറിട്ടേക്ക് നമുക്ക് ആ ചെയറിലിരുന്നിട്ട് ഇത് ആസ്വദിക്കും. ഭയങ്കര രസമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. പൊളി 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 പൊളി. അപ്പോൾ പാലസ് വിസിറ്റ് ചെയ്യുന്നവർ ഇതുപോലെ നൈറ്റ് അവിടെ സ്റ്റേ ചെയ്ത് ഇതും കൂടെ ഒന്ന് കണ്ടിട്ട് വേണം. അപ്പോൾ അത്രയ്ക്കും രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ലാസ്റ്റ് ആ ഒരു ഇതിങ്ങനെ കുറേ നേരം അവിടുത്തെ ആ ഒരു ലൈറ്റ് കത്തിച്ചിട്ടും ഭയങ്കര രസമാണ് കേട്ടോ, ഭയങ്കര രസമെന്ന് പറഞ്ഞാൽ ആരും മിസ് ചെയ്യാൻ പാടില്ല. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങളൊരു സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ടാണ് കേട്ടോ ബുക്ക് ചെയ്തത്. ആ ഒരു മൈസൂരിലെ നേരെ ടൗണിൽ തന്നെയാണ്, അത്യാവശ്യം നല്ലൊരു റൂം തന്നെയാണ് കേട്ടോ. ഞങ്ങളവിടെ പോയിട്ടാണ് റൂം എടുത്തത്. നേരത്തെ ഒന്നും ജസ്റ്റ് നോക്കിയൊക്കെ വെച്ചിരുന്നു ലൊക്കേഷനും കാര്യമൊക്കെ. പിന്നെ ദാണ്ട് ഈ കാണുന്നത് പിറ്റേ ദിവസം മോർണിംഗ് ആണ് കേട്ടോ. പിറ്റേ ദിവസം മോർണിംഗ് ഞങ്ങൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്തത് സെൻറ്റ് ഫിലോമിനാസ് ചർച്ചാണ്. മൈസൂരിലെ ഏഷ്യയിലെ തന്നെ ടോളസ്റ്റ് ചർച്ചുകളിലൊരു കത്തീഡ്രലിൽ ഒന്നാണ് നമ്മൾ സെൻറ്റ് ഫിലോമിന എന്ന് പറയുന്നത്. അമേസിങ്, കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയിടും. ഭയങ്കര രസം, ഭയങ്കര ക്യൂട്ടെന്ന് പറഞ്ഞാൽ ക്യൂട്ടെന്നല്ല പറയാനുള്ളത്, കണ്ടിരിക്കണം ഇത്രയും കിടിലമായിട്ടൊരു ചർച്ച്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് വർക്കും കാര്യം ആർക്കിടെക്ചർ സ്റ്റൈലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അണ്ടർഗ്രൗണ്ട് അകത്തൂടെ പോകും. ആ ഒരു വീഡിയോ ക്ലിപ്പിങ്ങൊക്കെ എൻ്റെ നഷ്ടമായിട്ടുണ്ട്. അപ്പം ഇത്രയും നാൾ കഴിഞ്ഞ് എടുത്തപ്പം ഗാലറിയിലുള്ളതൊക്കെ വെച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്തത് എന്നെല്ലാം അത്യാവശ്യം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ട്രിപ്പിൽ മെയിനായിട്ട് കുട്ടി കുട്ടി ക്ലിപ്സാണ് ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്തത്. കാരണം ആ ഒരു 5 ദിവസം ഫുൾ ഞങ്ങളുടെ ഫാമിലി സ്പേസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് യാത്ര ചെയ്തതാണ്. അപ്പോൾ എന്നാലും വളരെ കുട്ടി കുട്ടി വീഡിയോസാണ് എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ സ്പേസ് കൊണ്ട് നടന്ന് കാണാനും ഒക്കെ ആയിട്ട് നിറച്ചു കാര്യങ്ങളുണ്ടായിരുന്നു. നല്ല ഇത്രയൊരു ഒക്കേഷനും ഒരു 1 hour നല്ല രീതിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അവിടെ നിന്ന് വളരെ കാമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. പിന്നെ പിറ്റേ ദിവസം സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുത്തെ ആരാധന അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, പ്രെയർ അറ്റൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ എൻ്റെ ഒരു അണ്ടർഗ്രൗണ്ട് ഒരു ഇതുണ്ട്, അകത്തൂടെ ഞങ്ങൾക്ക് ഇറങ്ങി പോകാൻ പറ്റി. അതൊക്കെ എൻ്റെ വീഡിയോ ക്ലിപ്പിങ്സ് നഷ്ടമായി പോയിട്ടുണ്ട്. അപ്പം ഇതും മൈസൂരിലൊരു മെയിൻ പ്ലേസാണ്. ഇപ്പം പറ്റുന്നവരൊക്കെ പോയി കാണണം. പിന്നെ ഞങ്ങൾ ചർച്ചിലിരുന്ന് കുറച്ച് നേരം ഒന്ന് പ്രെയർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ പ്രെയറിനിരുന്നു. അതിനുശേഷം പോയി നമ്മൾ സമ്മർ പാലസിലോട്ടാണ്, ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസിലോട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. ഇവിടെ പോയപ്പോൾ ഇച്ചിരി ഒന്ന് നമ്മൾ കഷ്ടപ്പെടേണ്ടി വന്നു. കാരണം നമുക്ക് നമ്മുടെ UPI ID വെച്ചിട്ട് മാത്രമേ ഇവിടെ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റൂ. അത് ഡയറക്റ്റ് GPayയും അല്ല, വേറൊരു മോഡാണ്. അപ്പോൾ ഇച്ചിരി പാടായിരുന്നു. അപ്പോൾ എല്ലാ വരുന്ന വിസിറ്റേഴ്സിനും അതൊരു ഇച്ചിരി ഡിഫിക്കൽട്ടിയാണ്. കാരണം എല്ലാവർക്കും പെട്ടെന്ന് UPI വെച്ചിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് കംപ്ലയിൻറ്റ് പറയുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇവരല്ലാതൊരു GPay സിസ്റ്റം ഡയറക്റ്റ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് പേ ചെയ്യാനൊന്നും പറ്റത്തില്ല, ഇച്ചിരി പ്രൊസീജിയേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ അകത്തോട്ട് കയറി, സമ്മർ പാലസിൻ്റെ അകത്തോട്ട് കയറി. ഇതാണ് നമ്മൾ അതിൻ്റെ അകത്തുള്ള കാഴ്ചകളെന്ന് പറയുന്നത്, ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ്. 20 രൂപ എന്തോ ആണ് കേട്ടോ അവിടുത്തെ എൻ്റെ എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾ നേരെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ടിപ്പു സുൽത്താൻ്റെ വേറെയും കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഖബറടക്കം നടന്ന സ്ഥലം, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നേരെ അതിനുശേഷം ഞങ്ങൾ വന്നത് മൈസൂർ പാലസിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. രാത്രി കണ്ട പാലസ് അല്ല, പകൽ കാണുന്ന ഒരു രാവും പകലും തമ്മിൽ വലിയൊരു ഹ്യൂജ് ഡിഫറൻസ് ഉള്ളതുപോലെ മൈസൂർ പാലസിൻ്റെ ഭംഗി പകൽ ആസ്വദിക്കുന്ന ഒരാൾക്ക് തോന്നുന്നു അതായിരിക്കും നല്ലത്. പക്ഷേ അടുത്തൊരു നൈറ്റ് വന്ന് അതിൻ്റെ ഭംഗി കാണുമ്പോൾ അതിനേക്കാളും രസമാണ് വളരെ. പക്ഷേ ഇത് രണ്ടും വലിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇത് രണ്ടും സത്യം പറഞ്ഞാൽ നമ്മൾ മൈസൂരിൽ സ്റ്റേ ചെയ്തിട്ട് ഈ 2 കാഴ്ചയും കാണണം. ആ ലൈറ്റ് ഷോ അത്രയും രസമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഇൻസൈഡ് കാഴ്ചകളെന്ന് പറയുന്നതും അവിടുത്തെ ഒരു ആർക്കിടെക്ചർ സ്റ്റൈൽ, അത് തന്നെയാണ് അതിനെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ കൗതുകം ഉണർത്തിക്കൊണ്ടേയിരുന്നത്. ഓരോ കാര്യവും വളരെ ഡീറ്റെയിൽ ആയിട്ടായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും മൈസൂർ പാലസിൻ്റെ പുറകിലുള്ള കൺസ്ട്രക്ഷൻ്റെ കാര്യം അല്ലെങ്കിൽ ആരാണ് ആ ആർക്കിടെക്ചർ സ്റ്റൈലൊക്കെ കൊടുത്ത എല്ലാവർക്കും ഒരു ഹാറ്റ്സ് ഓഫ്, കാരണം അത്രയും രസമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇതിനിടയ്ക്ക് ഒരു സ്ഥലത്തൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, സാൻഡ് മ്യൂസിയം. ഇതിൻ്റെയൊക്കെ പിക്കൊക്കെ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ബാൽമരി ഫോൾസിൽ കുട്ടവഞ്ചി, അവിടുത്തെ കുട്ടവഞ്ചിയിലേക്ക് എന്ന് ഏകദേശം ഒരു 15 മിനിറ്റ് ആണെന്ന് തോന്നും. ഭയങ്കര രസമായിരുന്നു, ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് നമ്മുടെ വൃന്ദാവൻ ഗാർഡനിലോട്ടാണ് കേട്ടോ. അപ്പം മൈസൂർ വരുന്ന എല്ലാവരുടെയും അടുത്തൊരു പോപ്പുലർ ഡെസ്റ്റിനേഷനാണ് വൃന്ദാവൻ ഗാർഡൻ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി നിൽക്കുന്നപ്പോൾ ഇവിടെ ഒരു ഡാമാണ്. നമ്മൾ ഫസ്റ്റ് ആ സൈഡിലോട്ടാണ് വന്നത്.
അതിനുശേഷം ഞങ്ങൾ നേരെ ഗാർഡനിലോട്ട് എൻ്റർ ചെയ്തു. രണ്ടും ഒരു ഇതിൽ തന്നെയാണ്, ഒരു സൈഡും ആയിട്ടാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ നേരം ഈവനിങ് ആയല്ലോ, ഈവനിങ് കുറേ നേരം ഞങ്ങളവിടെ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. വളരെ ഞങ്ങൾ വിചാരിച്ച് ഇച്ചിരി ഹറിബറി ആയിട്ടൊക്കെ ഒന്ന് ഓടേണ്ടി വരുന്നു, പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. നമുക്ക് കാണേണ്ട സമയം എടുത്ത് തന്നെയാണ് സ്ഥലങ്ങൾ കണ്ടതും. വളരെ സാവധാനം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ വന്നു. ഭയങ്കര രസമുണ്ട് കേട്ടോ. വൃന്ദാവൻ ഗാർഡൻ കൊള്ളാം, കാരണം ആ ഒരു ഈവനിങ് ടൈമിൽ വരികയും ഭയങ്കര തിരക്കുമായിരുന്നു. അപ്പം ഞങ്ങളിതാ വെറുതെ ചുറ്റിക്കറങ്ങിയൊക്കെ കാണുകയാണ് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ. എന്തായാലും ഭയങ്കര രസമുള്ളൊരു ഗാർഡനാണ് കേട്ടോ. മൈസൂർ വരുന്നവരെല്ലാവരും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തിരിക്കണം. ശേഷം ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. നേരത്തെ ബുക്കൊന്നും ചെയ്തതല്ല, ഞങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ നോക്കി സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ പേര് ഞാൻ നന്നായിട്ട് മറന്നു. ഞാൻ എത്ര നോക്കിയിട്ടൊന്ന് എനിക്ക് ഗൂഗിൾ ചെയ്തിട്ട് കിട്ടുന്നുമില്ല. നമ്മളൊരു പൂൾ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നമ്മൾ സ്റ്റേക്ക് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ സ്റ്റേ ചെയ്തു. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തു. പിന്നെ ഞങ്ങൾ കുറേ ഇതിനെ വർത്തമാനം പറഞ്ഞിരുന്നു കേട്ടോ. ഇതൊക്കെയായിരുന്നു അന്ന് നടന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്കിനി കുട്ടി കുറച്ച് ഫോട്ടോസ് കാണാം അന്നത്തെ.